Hi friends, and YouTube channel. So, we will see a Arabic dish. The dish is Majboos chicken. We will video like this. Majboos ഉണ്ടാക്കാനുള്ള ചിക്കനാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വലിയ പീസായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് നമ്മൾ 4 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുത്തത് മസാല കൂട്ടാണ്. ഇതിൽ നമ്മൾ ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കറുകയില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് സവാളയാണ്. 1 കിലോ സവാളയാണ് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അടുത്തത് ഇഞ്ചി, 2 വലിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തത് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത്, പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് ജീരകപ്പൊടിയാണ്, ജീരകം പൊടിച്ചെടുത്തതാണിത്. ഇത് ഹോം മെയ്ഡ് മജ്ബൂസ് മസാലയാണ്, ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു റെസിപ്പി, ഇതുണ്ടാക്കിയ രീതി ഉടനെ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഉണക്ക നാരങ്ങ, ഇതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാല, തക്കാളി പേസ്റ്റ്. നമ്മൾ ചെമ്പ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചെമ്പ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ്. ഒരു 100 നെയ്യാണ് നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മസാലക്കൂട്ട് ഇടാൻ പോവുകയാണ്. മൊത്തത്തിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചതും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇടുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണക്ക നാരങ്ങ ഇടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പച്ചമുളക്, കിസ്മിസ്, ക്യാപ്സിക്കം ഇതെല്ലാം ഇതിലിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടുത്തതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഇടുകയാണ്. നമ്മൾ എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടുത്ത് നമ്മൾ പാകത്തിന് ഉപ്പിടുകയാണ്. ഇനി കുറച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല കാറ്റുണ്ട്, ചിലപ്പോൾ മഴ വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ചെറുതായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യണം. മസാലപ്പൊടികൾ ചേർത്താൻ പോവുകയാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല. ഇത്രയും നമ്മൾ ചേർക്കാൻ പോവുകയാണ്. അടുത്തത് പുതിന, മല്ലിയില, കറിവേപ്പില അരിഞ്ഞതാണ്. ഇതും കൂടെ നമ്മൾ ഇടുകയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു പാത്രം നിറച്ചൊരു 3 കിലോ അരി കൊള്ളുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു 1.5 പാത്രം വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്.
പാത്രം കൂടെ ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കിത് അടച്ചു വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. ഇറച്ചി വേവിച്ച വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ദമ്മാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചേക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കനൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ശേഷം എടുക്കാം. നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ താഴോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടി നമ്മളൊരു സുഹൃത്താണ് വരുന്നത്. സുഹൃത്ത് അപ്പുണ്ണിയാണ്. എൻ്റെ സുഹൃത്ത് അപ്പുണ്ണിയാണിത്. അപ്പോൾ അപ്പുണ്ണി ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ്. കഴിച്ചിട്ട് പറയും. രക്ഷയില്ല, പൊളി ഫുഡാണ് കേട്ടോ, വേറെ ലെവലാണ്, അടിപൊളിയാണ്, സൂപ്പർ, ഒരു രക്ഷയില്ല. നമ്മുടെ ഈ ഫ്രൈ ചെയ്തൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ആ എരിവും ആ ഒരു പുതിനേൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. അപ്പം നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നവരെ ക്യാമറമാൻ വിഷ്ണു GS-നോടൊപ്പം ജിതിൻ തമ്പി സൈനിങ് ഓഫ്. ബൈ. ഓ, നിന്റെ പേര് പറയാനല്ലേ ഓർത്തെടുക്കുന്നത്.